വെഞ്ഞാറമൂട് കൊലപാതകം 23 വയസ്സുള്ള അഫാൻ തൻ്റെ കുടുംബത്തിലെ 6 പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതിൽ 5 പേരിപ്പം മരണപ്പെട്ടു. അതിൽ തൻ്റെ ഉമ്മ മാത്രം കഷ്ടിച്ച് ജീവൻ രക്ഷപ്പെട്ട് ഇപ്പോൾ പുറത്തുണ്ട്. ഇത് കണ്ടിട്ട് സിനുജിക്ക് എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ യുവതലമുറ പല ലഹരി വസ്തുക്കൾക്കും അടിമയായി പോകുന്നു. നമ്മൾ വാർത്തകളിലടക്കം വായിക്കുന്നു, കേൾക്കുന്നു, കാണുന്നു. അപ്പോൾ ഇതുപോലെയാണ് അഫാൻ എന്തെങ്കിലും ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം ചോരയെ, സ്വന്തം ഉമ്മയെ, അതുപോലെ തന്നെ ഉമ്മുമ്മയെ, സ്വന്തം അനുജനെ, പ്രണയിക്കുന്ന പെൺകുട്ടിയെ, ഇവരെയൊക്കെ എങ്ങനെ കൊല്ലാൻ കഴിയുക? മാത്രമല്ല ചുറ്റിക ഉപയോഗിച്ച് അതിക്രൂരമായ രീതിയിലാണ് ഒരാളെ ഒരു ചുറ്റിക ഉപയോഗിച്ച് അടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ രക്തവും മാംസമൊക്കെ ചിതറല്ലോ. മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് ഇവര്. അപ്പൊ അവരെ മാത്രം കൊല്ലാൻ പറ്റുക ഇങ്ങനെ. അതെ, മാത്രമല്ല ചുറ്റിക ഉപയോഗിച്ച് 1 തവണയോ 2 തവണയോ അല്ല, സ്വന്തം വാപ്പയുടെ ജ്യേഷ്ഠനെ ഏതാണ്ട് 20 തവണ തുടർച്ചയായിട്ട് അടിച്ചു എന്ന് പറയുമ്പോൾ എത്ര ക്രൂരതയാണ് അവൻ കാണിച്ചത്. മാത്രമല്ല സ്വന്തം ഉമ്മയുടെ കഴുത്തിൽ ഷോൾ മുറുക്കിയിട്ട് തല ഭിത്തിയിൽ അടിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. സ്വന്തം സഹോദരനെ യാതൊരു ദാക്ഷിണ്യമില്ല. അവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവൻ്റെ മുഖത്തും തലയിലുമൊക്കെ അടിച്ചു കൊല്ലുന്നു. സ്വന്തം പ്രണയിനിയെ തുടർച്ചയായി അടിച്ച് മുഖം വികൃതമാക്കുന്ന രീതിയിൽ കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്താനൊക്കെ ഒരു ചുറ്റിക ഉപയോഗിച്ചു. അപ്പോൾ ഈ ചുറ്റിക വാങ്ങാൻ ഇവൻ നേരത്തെ പ്ലാൻ ചെയ്തു. ഈ ചുറ്റികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് കൃത്യമായി സാധാരണ ചുറ്റികയിൽ നിന്ന് വ്യത്യസ്തമായി തലയിൽ വലിയ ആഴത്തുള്ള മുറിവുണ്ടാക്കുന്നതാണ്. അത് പോലീസിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യാൻ ഇവൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചു. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഇതൊക്കെ പരതണമെങ്കിൽ ഇവൻ എന്തോ ഒരു പ്രേരണ ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള പ്രേരണ സംബന്ധിച്ച് പല ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നു. അപ്പോൾ ഈ ദുരൂഹതകൾ മുഴുവൻ പോലീസ് അകറ്റുന്നില്ല. കാരണം പോലീസ് അന്വേഷണം അതിൻ്റെ ദിശയിൽ പോവുകയാണ്. ഇവൻ്റെ പിതാവ് നാട്ടിലേക്ക് എത്തുന്നില്ല. ഇവൻ പറയുന്നത് 11 മണിക്ക് ഞാൻ ഈ കൊലപാതകത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു, 6 മണിയോടുകൂടി ഇത് അവസാനിപ്പിച്ച് പോലീസിൽ കീഴടങ്ങുന്നു. 7 മണിക്കൂർ കൊണ്ടാണ് 25 കിലോമീറ്റർ ചുറ്റളവിനുള്ള 5 കൊലപാതകങ്ങൾ ഇവൻ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് സാധാരണഗതിയിൽ ഒരു ചെറുപ്പക്കാരന് എത്തിച്ചേരാൻ കഴിയില്ല. ഇത് പണ്ട് നമ്മൾ റിപ്പർ ജയാനന്ദനെ കുറിച്ച് കേട്ടിട്ടില്ലേ? പുള്ളിയുടെയൊക്കെ ഒരു കൊലപാതകം പോലെ. പക്ഷെ എന്നാൽ പോലും 23 വയസ്സുള്ള ഒരു ചെറിയ പയ്യൻ അവൻ നേരെ ഈ 5 പേരെ കൊലപ്പെടുത്തിയ ശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കീ ചെയിൻ കറക്കിച്ചെന്ന് പറയുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു മാനസിക അസുഖം, ആരോഗ്യ അസുഖമുള്ള ഒരു പയ്യന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർ, കാരണം ഇതിൻ്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതിനൊരു പവർ കിട്ടാനുള്ള എന്തെങ്കിലും, അതായത് സിന്തറ്റിക് പോലുള്ള ഡ്രഗ്സ് ഇന്ന് വളരെ സുലഭമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മളിവിടെ ഈ യുവാക്കളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സിന്തറ്റിക് ഡ്രഗ്. ആ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെ കുറേ ഒരു തോന്നലുകൾ എനിക്ക് ഇതിൽ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ഈ സിന്തറ്റിക് ഡ്രഗിൻ്റെ ഉപയോഗമുള്ളവരുടെ മാനസിക നില എന്ന് പറയുമ്പോൾ നമുക്ക് അവർ കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ, അതായത് വീട്ടിൽ നമ്മൾ അച്ഛൻ വഴക്ക് പറയുന്നു അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയുന്നു എന്ന ഒരു രീതിയിൽ പോകുന്ന കുട്ടികൾക്ക് അങ്ങനെ ഇത് കഴിച്ചു കഴിയുമ്പോൾ അവരോടൊരു പക തോന്നും. സ്വാഭാവികമായിട്ട് ഈ ലത്തീഫിനെ കൊന്നെന്ന് പറയുമ്പോൾ ലത്തീഫായിരുന്നു ഈ കുട്ടിയുടെ വീട്ടിലെ അച്ഛൻ, വിദേശത്താണ്. അപ്പോൾ ഒരു ബാപ്പയുടെ ചുമതല നിന്ന് വീട്ടിലെ എല്ലാ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തത്. അപ്പൊ ഇവൻ ഈ ഒരു ആർഭാട ജീവിതം നയിക്കുന്ന ഒരു പയ്യനാന്ന് പറയുന്നുണ്ട്. അപ്പൊ അവന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള ചെറിയ വഴിവിട്ട പോക്കൊക്കെ ഒരുപക്ഷെ ഉമ്മ സ്വാഭാവികമായിട്ടും ആരോടെ പറയാൻ സാധ്യത? ബാപ്പയുടെ ജ്യേഷ്ഠനോട് പറയും. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങളൊന്ന് ഉപദേശിക്കാന്ന് പറയാം. അപ്പൊ ഇവൻ സ്വാഭാവികമായിട്ടും പറയണ്ട, ഉമ്മ നിന്നെ ഇങ്ങനെ ചെറിയ അമ്മാവൻ നിന്നെ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് ഇവനെ വീട്ടിൽ വിളിച്ചു വരുത്തി. അപ്പൊ ഇവനിത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഒരാഴ്ചയായിട്ട് ഇവർക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടാണ്ട് വന്നപ്പോൾ ഒരുപക്ഷെ അവൻ ആ ഒരു ലഹരി ഉള്ളിൽ ചെല്ലും. അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഇതിനോടൊരു പക വരും ആളുകളോട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള കൊലപാതകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 23 വയസ്സുള്ള പയ്യൻ ഇങ്ങനെ ചെയ്യുന്ന നോർമൽ ഒരു പയ്യന് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഇതിലിപ്പോൾ ഇവൻ ഈ സംഭവം ഉണ്ടാകുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവൻ പ്രേമിക്കുന്ന ഫർസാന എന്നാണ് പെൺകുട്ടിയുടെ പേര്, ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയാണ്. ഇവളുടെ കയ്യിൽ നിന്ന് ഒരു മാല വാങ്ങി ഒരു പണമിടപാട് സ്ഥാപനത്തിൽ കൊണ്ട് പണയം വെക്കുന്നു. 90,000 രൂപ വാങ്ങി. ഈ 90,000 രൂപ വാങ്ങി ഒരാഴ്ച എത്തുന്നതിന് ശേഷം, അല്ലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് വീണ്ടും പണം വേണ്ടി വരുന്നു. അപ്പോൾ ഈ പണം എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ ചെലവഴിക്കുന്നത്? ഇവൻ ആധുനിക രീതിയിലുള്ള മൊബൈൽ ഫോണുകൾ വേണം, ഏറ്റവും മുന്തിയ ബൈക്കുകൾ വേണം, നല്ല ഡ്രസ്സുകൾ വേണം. അപ്പോൾ ഒരു ധൂർത്ത് സ്വഭാവമുണ്ട്. അതിനപ്പുറത്തേക്കാണ് ബബിത പറഞ്ഞതുപോലെ
പോലെ ഇവൻ എന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗുകൾ സാധാരണ ചിലപ്പോൾ കഞ്ചാവ് വാങ്ങുന്നു അല്ലെങ്കിൽ ചെറിയ മയക്കുമരുന്ന് പൊടി അത്തരം സാധനങ്ങൾ, ഇതിനപ്പുറത്തേക്കാണ് ഈ സിന്തറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ചെറിയ അംശം, ചെറിയ ക്വാണ്ടിറ്റി മതിയായിരിക്കും ഇവൻ്റെ ബുദ്ധിയെ, ഇവൻ്റെ ചിന്തകളെയൊക്കെ അത് വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് തൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിലും ചെറിയ അനിഷ്ടം കാണിച്ചാൽ അവരോട് പക തോന്നുന്നത്. അത് ഉമ്മയാകാം, ഉമ്മുമ്മയാകാം, അല്ലെ മൂത്താപ്പയാകാം, അങ്ങനെയൊക്കെ തോന്നും. ഈ പക ഉള്ളിൽ വെച്ചുകൊണ്ട് അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നു. ഈ പറയുന്ന പോലെ ഈ ഡ്രഗ് കിട്ടാത്തതുകൊണ്ട് ഇവൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി കാണും. അപ്പോൾ ഇവൻ ഉമ്മുമ്മയോട് സ്വാഭാവികമായിട്ട് ഇവന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുക. ഇവന്റെ പിതാവിന്റെ അല്ല, ഇവനും ഒരു ബിസിനസ് നടത്തുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് എന്തോ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പൊളിഞ്ഞിട്ടുണ്ട്. ബാപ്പാന്റെ ബിസിനസ് വിദേശത്തുള്ളത് പൊളിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു 10-75 ലക്ഷം രൂപയുടെ കടം വീട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് 25 വയസ്സുള്ള ഒരു പയ്യനോട് സ്വാഭാവികമായിട്ടും വീട്ടിലുള്ളവർ പറയുമല്ലോ, ഇനി നീയാണ് നോക്കേണ്ടത്, ഇവരെ എല്ലാം നോക്കണം. അങ്ങനെയൊക്കെ മുതിർന്നവർ പറയുന്ന ആ ഉപദേശം ഇവന് ഈ ലഹരിയിലിരിക്കുന്ന സമയത്ത് അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഇറിറ്റേഷൻ സമയത്താണ് ഇവൻ ഈ കൊലപാതകം എല്ലാം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നിരന്തരമായിട്ട് ഇവൻ്റെ ഉപയോഗം വീട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവാം. അത് പിന്നെ ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ഉമ്മ ഇപ്പം മൊഴി കൊടുത്തിരിക്കുന്നത് എന്താ, വീണതാണ്, കട്ടിലിൽ നിന്ന് വീണതാണ്. അത് സ്വാഭാവികമായിട്ടൊരു അമ്മ മകനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് ഇന്ന് ഈ ലോകത്തുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഉമ്മ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ അരുംകൊലകൾ മുഴുവൻ നടന്ന കാര്യം, എന്തായാലും അറിയിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊരു മകനോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞത് മാത്രമാണ്. പക്ഷെ ഈ മകൻ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗ് ഈ സാമ്പത്തികമില്ലാതെ ഇരിക്കുന്ന സമയത്തും ഇത് ഇവന് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് കിട്ടുന്ന സോഴ്സാണ് നമ്മളിനി. കാരണം ഇതുപോലുള്ള ഒരു പരമ്പര, കാരണം ഇപ്പൊ ഈ നടക്കുന്ന കൊലപാതകങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കൂ, ചെറിയ കുട്ടികളാ. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിലുള്ള കഞ്ചാവ് പോലും നമ്മളൊക്കെ ചിലപ്പോ ഈ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ പോലീസുകാർ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒരു പൊതിയിൽ കൊണ്ടുപോകുന്ന അങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഇതെന്ന് പറയുമ്പോ ചെറിയ കുട്ടികളുടെ കയ്യിലും 5ലും 6ലും പഠിക്കുന്ന കുട്ടികൾ ബൈക്കിൽ പോകുന്ന ലിഫ്റ്റ് ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല. കാരണം ആ കുട്ടികളുടെ ഇടയിൽ വരെയുണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ സിന്തറ്റിക് ഡ്രഗും അങ്ങനെ തന്നെയാണ് എല്ലാ ആളുകളുടെ ഇടയിൽ. ഇപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ഈ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ പോലും ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ളവരെല്ലാം കടന്നു കയറ്റവും എല്ലാം കൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ ഇടയിൽ ഇത് കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത്. അപ്പം ഇത് നമ്മൾ ഈ പോലീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗവൺമെൻറ് സെക്ടറിൽ നിന്നൊക്കെ ഇത് ഒരുപാട് ശ്രദ്ധിക്കേണ്ട സമയമായത്. ഇതേപോലുള്ള ഈ 25 തുടങ്ങി അന്ന് തൊട്ടിങ്ങനെ കൊലകളുടെ ഒരു പരമ്പരയാണ്. അതിലൊന്ന് മാത്രമായിട്ട് ഇപ്പം അഫാനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് എവിടെ നിന്ന് കിട്ടി, അല്ലെങ്കിൽ ഇത് ആരാണ് ഇതിൻ്റെ വിതരണക്കാരെന്നൊക്കെ ഉള്ളത് പോലീസ് അന്വേഷിച്ചേണ്ടതാണ്. കാരണം സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന പോലെയല്ല ഇത്തരത്തിലുള്ള മോഡേൺ ഡ്രഗ്സിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത്തരം മോഡേൺ ഡ്രഗ്സ് വെച്ച് ഇവൻ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇവൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവന് ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആൾ ആർക്കൊക്കെ കൊടുക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള ആളുകളെ പോലും ഇങ്ങനെ ക്രൂരമായി ബ്രൂട്ടലായിട്ട് കൊല്ലാൻ അവനെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവനിൽ ഉത്തേജനം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള മയക്കുമരുന്നാണെങ്കിൽ അതിന് പിന്നിലുള്ള റാക്കറ്റിനെ പിടികൂടണം. മാത്രമല്ല സ്വന്തം അനുജൻ, അവന് ഈ ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അവനെ ഓട്ടോയിലാണ് മിക്കപ്പോഴും സ്കൂളിൽ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഈ ജ്യേഷ്ഠൻ അഫാനാണ് കൊണ്ടുപോകുന്നത്. അവനെ കുഴിമന്തി മേടിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലേക്ക് മാറ്റി ആ സമയം കൊണ്ട് കാമുകിയെ വിളിച്ചു വരുത്തി മുഖത്തടക്കം അടിച്ചു കൊലപ്പെടുത്തുന്നു. നമുക്ക് സ്നേഹമുള്ള, നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നമുക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്കിപ്പോൾ വെള്ളം അടിക്കണവർക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കാമുകി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലൊരാൾ വെള്ളം അടിച്ചു വരണമെങ്കിൽ നമുക്കറിയാം, എടാ നാളെ ഇത് നീ വെള്ളം അടിക്കരുത്, നിനക്ക് ഇന്ന അസുഖം വരും, വീഴാൻ പോകും, ഇതൊക്കെ നമ്മൾ പറയുമല്ലോ. അല്ലെങ്കിൽ മണം വരുമ്പോൾ എടാ സിഗരറ്റ് വലി നിർത്തുക, അല്ലെങ്കിൽ നമുക്ക് ആൺകുട്ടികളാണെങ്കിൽ ചുണ്ട് കറക്കുമ്പോൾ അറിയാൻ പറ്റും, എടാ വലി കൂടുതലുണ്ടോ നമ്മൾ ചോദിക്കും. അപ്പൊ ഈ ഒരു സാധനത്തിന് അങ്ങനെയല്ല, ഇതിന് സ്മെല്ലില്ല. ഈ പറഞ്ഞ പോലെ സിന്തറ്റിക്കിന് ഒരിക്കലും സ്മെല്ലില്ല. സ്മെല്ലില്ലാത്തടത്തോളം കാലം നമുക്കിത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. പോലീസ് വാഹനങ്ങളിൽ ഈ പിന്നെ വെള്ളം അടിക്കുമെന്ന് അറിയാനായിട്ട് ബ്രത്ത് അനലൈസർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ ഒരു സാധനം പോലീസിന്റെ കയ്യിൽ ഇല്ലേ? ഉണ്ട്. നിലവിൽ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മളുടെ പോലീസിന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അത്യാധുനികമായുള്ള എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്. ആകെ മാസാവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും റോഡിൽ നിന്നും മറ്റേ അടിച്ചു പരിപാടി അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനുള്ള ഉണ്ടാവാം. പക്ഷെ ഒരു പക്ഷേ പോലീസ് അത് ചെക്ക് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ അറിയാത്തതായിരിക്കാം. കാരണം ഇത് സംഭവം ഉണ്ടെന്ന് ഇതിന് വലിയൊരു റാക്കറ്റ് എന്തായാലും ഉണ്ട്. കാരണം തിരുവനന്തപുരം മേഖലകളിൽ ഇതിപ്പോ ഒരു തുടർക്കഥ ആവുകയാണ്. അത് ഇപ്പൊ കേരളം തിരുവനന്തപുരത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് കൊല്ലത്ത് കിട്ടും, കൊല്ലത്തുണ്ടെങ്കിൽ അത് ആലപ്പുഴ വരാം, കൊച്ചിയിൽ വരാം, അങ്ങനെ കേരളം മുഴുവൻ ഈ സാധനമുണ്ട്. ഈ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ അന്വേഷണം ഇതിൻ്റെ മേഖലകളിൽ പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പുറംകടലുകളിൽ നിന്ന് വരുന്ന സാധനമായിരിക്കും ഇത്.
അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അന്വേഷണങ്ങളും ഇതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ നമ്മുടെ SHOയുടെ അടുത്ത് ചെന്നിട്ട് ഈ പയ്യൻ പറയുന്ന ഡയലോഗിൽ പോലും അവൻ ആ കിട്ടുന്ന ഒരു ധൈര്യം എന്ന് പറയണത്, മച്ചനെ ഞാൻ 6 പേരെ കൊന്നു എന്ന് പറഞ്ഞ് കറക്കിക്കൊണ്ട് ചെല്ലാനുള്ള ഒരു ധൈര്യം അവനുണ്ടെങ്കിൽ അതിന് അവൻ്റെ ആ ഉള്ളിലുള്ള പവറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ലഹരിയാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം ഇനി വരുന്ന തലമുറയ്ക്ക് അതൊരു ശരിക്കും ദോഷകരം മാത്രമല്ല, മൊത്തത്തിൽ തച്ചുടയ്ക്കുന്ന, അതായത് നമ്മുടെ ഒരു തലമുറ മൊത്തം തച്ചുടയ്ക്കുന്ന ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുകയും സാർ. എന്തായാലും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ദുരൂഹതകളാണ്. അപ്പൊ ഇത് പോലീസിന്റെ അന്വേഷണം ചിലപ്പോൾ ശരിയായ ദിശയിലായിരിക്കും. മാധ്യമങ്ങളിലേക്ക് ഈ വാർത്തകളുടെ തെളിവ് പോലും നൽകുന്നില്ല. നമ്മൾ ഈ കൊലപാതകം അല്ലെങ്കിൽ നമ്മൾ ഈ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ കുടുംബം അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൽ മാത്രം. പക്ഷെ പോലീസ് ഒരിക്കലും അങ്ങനെയല്ല. ഇതിന്റെ ചിലപ്പോൾ റൂട്ട് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അതിലേക്കുള്ള എത്തിപ്പെടാനുള്ള ഒരു ടൈമിംഗിലായിരിക്കും. പിന്നെ മാത്രമല്ല, ഇവൻ ആരെങ്കിലും ബാഹ്യമായി സഹായിച്ചിട്ടുണ്ടോ, ഇവന് സിന്തറ്റിക് ഡ്രഗ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന്, മാത്രമല്ല ഇതിന്റെ റാക്കറ്റ് ഉണ്ടോ, ഇതെല്ലാം ഇവൻ അതിന്റെ ഏജന്റ് ആണോ നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇവൻ ഇടയ്ക്ക് വിദേശയാത്ര നടത്തുന്നുണ്ട്, ഇവനിടയ്ക്ക് ബാപ്പയെ കാണാൻ പോകുന്നുണ്ട്. പിന്നെ ഇവൻ ഈ വീട്ടില് ഇത്രയോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് തൊട്ടടുത്തുള്ള ആൾക്കും അറിയത്തില്ല. കാരണം ഇവർ കുടുംബമായിട്ട് വിദേശയാത്രകൾ നടത്തുന്നവരാ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ പല സോഴ്സായിട്ട് ഉപയോഗിച്ചുകൂടെ? അപ്പൊ സ്വാഭാവികമായിട്ടും അഫാന്റെ ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ എന്താണ് കാരണം എന്നുള്ളത് പോലീസ് അന്വേഷിച്ച് വരികയാണ്. തീർച്ചയായിട്ടും ഈ സിന്തറ്റിക് ഡ്രഗ് പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന്റെ വിവരങ്ങളും പുറത്തു വരട്ടെ. അപ്പൊ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.